Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Tech Factory with me Sumon and welcome to YBB. സോ നമ്മുടെ പഴയ സെഗ്മെൻറ്റ്സ് എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ടിങ് വിത്ത് YBB എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ബഡ്ജറ്റ് ബിൽഡ് സെഗ്മെൻറ്റ്. സോ ഈ സെഗ്മെൻറ്റിലാണ് നമ്മൾ പല ബിൽഡ് റെക്കമെൻഡേഷൻസ് പറയുന്നത്. പല ബഡ്ജറ്റ് കാറ്റഗറി ആൻഡ് പല യൂസേഴ്സിനും മാച്ച് ആകുന്ന രീതിയിലുള്ള ബിൽഡ് റെക്കമെൻഡേഷൻസും സ്പെക്സിൻ്റെ ലിസ്റ്റും പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾക്കൊരു PC ബിൽഡ് ചെയ്യാം, ഓർ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് YBB ആൻഡ് ഓൾസോ TKS നമ്മുടെ തട്ടിക്കൂട്ട് സെറ്റപ്പ് സെഗ്മെൻറ്റും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിന് എൻട്രീസ് നിങ്ങൾക്ക് ഇൻ കേസ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കാം. പഴയ 1-2 എൻട്രീസ് ഉണ്ട്, അത് ആക്ച്വലി 4-5 മാസം മുമ്പേ അയച്ച എൻട്രീസ് ആണ്. സോ അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് അത് ഓക്കെ ആണ്, സെയിം എൻട്രീസ് തന്നെയാണ്, സെയിം PC ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഷോക്കേസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് പുതിയ എൻട്രീസ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കാണും, ഇമെയിൽ അഡ്രസ്സും എങ്ങനെയാണ് അയക്കേണ്ട കാര്യങ്ങളുണ്ടാകും. സോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇമെയിൽസ് അയക്കാവുന്നതാണ്. എൻട്രീസ് ആർ ഓൺ. അപ്പോൾ എനിവേസ് വെയിറ്റിംഗ് ഫോർ യുവർ എൻട്രീസ്. ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ ഇന്ന് ഞാൻ YBBയിൽ പറയുന്ന ഒരു 50,000 rupees റേഞ്ചിൽ വരുന്ന ഫുൾ PC സെറ്റപ്പിൻ്റെ സ്പെക് ലിസ്റ്റാണ്. സോ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ 2-3 ഡിഫറെൻറ്റ് വേരിയൻസും ഞാൻ പറയുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കോൺഫിഗർ ചെയ്തെടുക്കാം. സോ ഇതിലൊന്ന് 45,000 റേഞ്ചിൽ വരുന്ന ഫുൾ ബിൽഡാണ്, ഒന്ന് 50, 47 ആ റേഞ്ചിൽ വരുന്ന ഇൻറ്റലിൻ്റെയും AMDയുടെയും 2 സ്പെക്സും ഞാൻ പറയുന്നുണ്ട്. ഇതിൽ 1-2 കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, പ്രൈസസ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആകാം. ഞാൻ ഈ പറയുന്ന പ്രൈസസ് എല്ലാം ചിലതൊക്കെ നമ്മളുടെ പ്രൈസസ് ആണ്, ചിലതൊക്കെ മാർക്കറ്റ് ഓൺലൈൻ പ്രൈസും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് പറയുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൈസിങ്ങും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും PC സ്റ്റോറിൽ കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണത്. പിന്നെ ഓൾസോ ഇതിൽ മോസ്റ്റ്ലി പുതിയ പാർട്സിൻ്റെ ബിൽഡാണ് ഞാൻ പറയുന്നത്. ആൻഡ് 1-2 യൂസ്ഡ് GPU വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതും ഞാൻ പറയുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിൽ പ്രോസസ്സർ ഞാൻ പറയുന്നത് Ryzen 5 4500 ആണ്. കുറച്ച് പഴയ പ്രോസസ്സറാണ്, ബട്ട് സ്റ്റിൽ 6 കോഴ്സും 12 ത്രെഡ്സും വരുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. അറൗണ്ട് 7800 റേഞ്ച് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈസിലി. സോ ഈവൻ ദോ Ryzen 4000 സീരീസ് ആണെങ്കിൽ പോലും നല്ല പ്രോസസ്സർ തന്നെയാണ്, കേപ്പബിൾ പ്രോസസ്സർ തന്നെയാണ്. 6 കോഴ്സ് ആൻഡ് 12 ത്രെഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ബേസിക് എഡിറ്റിംഗിന് വേണ്ടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഗെയിമിങ്ങിനും ഓക്കെയാണ്. 3.6 to 4.1 GHz ആണ് നമുക്കിതിൽ ബൂസ്റ്റ് കാണുന്നത്. PCIe 3 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 65 വാട്ട്സിൻ്റെ ആണ്. Zen 2 ആർക്കിടെക്ചർ ആണ്. സോ ഇതിന് നല്ലൊരു മദർ ബോർഡ് ഞാൻ പറയുന്നത് പ്രൈസ് കൺസ്ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ B450 പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ B450 ചിപ്സെറ്റ് മദർ ബോർഡാണ്. സോ ഇവിടെ ഞാൻ പറയുന്നത് ആസ്റോക്കിൻ്റെ മദർ ബോർഡാണ്. ആസ്റോക്കിൻ്റെ B450M Pro 4 മോഡൽ അല്ലെങ്കിൽ ഗിഗബൈറ്റിൻ്റെ DS3H മോഡൽ, ഇത് രണ്ടിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം. രണ്ടും നിയർലി 6200 പ്രൈസ് റേഞ്ചിൽ വരുന്ന മദർ ബോർഡ്സ് ആണ്. മെമ്മറി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 16GB 2 8GB കിറ്റ്സ് എടുക്കുന്നതായിരിക്കും, 3200 MHz. പക്ഷേ ബഡ്ജറ്റ് ഞാൻ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഇവിടെ 8GB ആണ് ഇട്ടേക്കുന്നത്. സോ 8GB A-Data യൂസ് ചെയ്യാം. പ്രൈസ് കുറഞ്ഞ ബെസ്റ്റ് മെമ്മറിയാണ് A-Data. സോ 8GB 3200 MHz. ഗ്രാഫിക്സ് കാർഡിൻ്റെ ഞാൻ ലാസ്റ്റ് പറയാം. ഗ്രാഫിക്സ് കാർഡ് 2-3 ഡിഫറെൻറ്റ് വേരിയൻസ്, 2-3 ഡിഫറെൻറ്റ് ഇതിൽ നമുക്ക് സ്പെക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സോ ഗ്രാഫിക്സ് കാർഡ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ബാക്കി സ്പെക്സ് അല്ലെങ്കിൽ ബാക്കി കോമ്പണൻസ് നോക്കാം. സ്റ്റോറേജ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 512GB A-Data SSD ആണ്. അറൗണ്ട് ഒരു 3200 റേഞ്ചിൽ ഇതും അവൈലബിൾ ആണ്, 512GB. ഹാർഡ് ഡ്രൈവ് എന്തായാലും ഞാൻ പറയുന്നില്ല, ഹാർഡ് ഡ്രൈവ് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. എക്സ്ട്രാ വേണമെങ്കിൽ ഒരു 1TB ഹാർഡ് ഡ്രൈവ് ആഡ് ചെയ്യാം. പവർ സപ്ലൈ ഡീപ് കൂൾഡ് PF 450 വാട്ട്സിൻ്റെ പവർ സപ്ലൈ ഇനഫ് ആയിരിക്കും, ബേസിക് ബിൽഡ് ആയതുകൊണ്ട് തന്നെ. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഹെവി അപ്ഗ്രേഡ്സ് എന്തെങ്കിലും നോക്കുന്നെങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 550 വാട്ട്സ് നോക്കാം. ബട്ട് ഇവിടെ ഞാൻ പറയുന്നത് 450 വാട്ട്സ് ആണ്. ക്യാബിനറ്റും നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, ബട്ട് ഞാൻ ഇവിടെ പറയുന്നത് ആൻടെക്കിൻ്റെ NX 290 അല്ലെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ ICE 100 മോഡലാണ്. രണ്ടും നിയർലി 3400 പ്രൈസ് റേഞ്ചിൽ വരുന്ന ക്യാബിനറ്റ്സ് ആണ്. ഡീസെൻറ്റ് എയർ ഫ്ലോയും നല്ല ഫാൻ കോൺഫിഗറേഷനും ഫാൻസ് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്ന മോഡൽസ് ആണിത്. ഇനി പെരിഫറൽസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ മോണിറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന MSIയുടെ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ നോക്കാം. ഓർ എഡിറ്റിംഗ് സൈഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി എഡിറ്റിംഗ് സ്പെസിഫിക് ബിൽഡ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ BenQ മോണിറ്റേഴ്സ് നോക്കാവുന്നതാണ്. സോ MSIയുടെ Pro MP241X മോഡൽ ആമസോൺ നോക്കുവാണെങ്കിൽ 9900 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഈ മോഡലും നിങ്ങൾക്ക് ഓക്കെ ആണ്, 10,000 അണ്ടർ 10,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. BenQ ആണെങ്കിൽ 24 ഇഞ്ചിൻ്റെ നോക്കാം, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ.
ഓർ 22 ഇഞ്ച് ആയാലും ഓക്കെ ആണ്. സോ മോണിറ്റർ ഏതെങ്കിലും നോക്കാം, ഈവൻ LGയുടെ 24 ഇഞ്ച് ആണെങ്കിലും ഓക്കെ ആണ്. അണ്ടർ 10,000 ആണ് കിട്ടുന്നതെങ്കിൽ കീബോർഡ് മൗസ് ഒബ്വിയസ്ലി ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ നമുക്കൊരു കോംബോ എടുക്കാനേ പറ്റത്തുള്ളൂ. ആൻറ്റി സ്പോർട്സിൻ്റെ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ സെബ്രോണിക്സിൻ്റെ ആയാലും ഓക്കെ ആണ്. എന്തായാലും ഈ കൺസ്ട്രെയിൻ ബഡ്ജറ്റിൽ ഒരു ഫുൾ മെക്കാനിക്കൽ കീബോർഡ് ഒന്നും കിട്ടത്തില്ല. സോ മെംബ്രെയിൻ കീബോർഡ് അല്ലെങ്കിൽ ഇതുപോലത്തെ ചീപ്പായിട്ടുള്ള കോംബോസേ കിട്ടത്തുള്ളൂ. അതിൽ അത്യാവശ്യം ഹൈ സെല്ലിങ്ങും റിവ്യൂസ് ഉള്ള കോംബോസ് ആണ് സെബ്രോണിക്സിന്റെ ആൻറ്റി സ്പോർട്സിന്റെ ഈ കാണുന്ന 2 കോംബോസ്. ആൻഡ് ഹെഡ്സെറ്റ് റെഡ് ഗിയറിന്റെ ക്ലോക്ക് മോഡൽ നോക്കാവുന്നതാണ്. 699 അല്ലെങ്കിൽ ചില സമയത്ത് 499 ഒക്കെ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഇത് നല്ലൊരു എൻട്രി ലെവൽ ഹെഡ്സെറ്റ് തന്നെയാണ്. ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ 499 ആണ് ഓഫർ കിട്ടിയത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും അത്യാവശ്യം ഓക്കെ ആണ്. ഹെവി ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. 699 അല്ലെങ്കിൽ 499 ആണ് പ്രൈസ് റേഞ്ച്. സോ ഈ പ്രൈസിൽ ഓക്കെ ആണ്. ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻ കേസ് ഗെയിമിങ്ങിന് വേണ്ടിയാണ് നോക്കുന്നത് ആൻഡ് പുതിയൊരു ഗ്രാഫിക്സ് കാർഡാണ് നോക്കുന്നതെങ്കിൽ സ്പെഷ്യലി ഗെയിമിംഗ് ആണ് ഞാൻ പറയുന്നത്, RX 6400 നോക്കാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ 10,000 റുപ്പീസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. 10,500 ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ബഡ്ജറ്റിൽ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു പുതിയ ഗ്രാഫിക്സ് കാർഡ് വേറെ ഒന്നുമില്ല. 10,000 റേഞ്ചിൽ പുതിയത് 1050 Ti ഒക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി പഴയതായിപ്പോയി. ഈവൻ 1650 ആണെങ്കിലും ബെറ്റർ ഓപ്ഷൻ ആണ്. ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് അങ്ങനെ വല്ല യൂസ് ഉണ്ടെങ്കിൽ 1650 എടുക്കാം. പക്ഷേ ഓൺലി ഫോർ ഗെയിമിംഗ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ 6400 നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. ഈവൻ ചില ഗെയിംസിൽ 1650യെക്കാട്ടിലും ബെറ്റർ പെർഫോമൻസ് തരുന്നതാണ് 6400. പക്ഷേ ആകെയുള്ളൊരു ഡ്രോബാക്ക് വീഡിയോ എൻകോഡിംഗ് സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എഡിറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് പേർപ്പസിന് ഈ ഗ്രാഫിക്സ് കാർഡ് അത്ര പോകത്തല്ല. 1650 തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1650 എടുക്കുകയാണെങ്കിൽ 3000 റുപ്പീസ് കൂടുന്നതായിരിക്കും പ്രൈസിങ്. സോ AMD RX 6400 ആണ് നോക്കുന്നതെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് അറൌണ്ട് 47,000-48,000 റേഞ്ച് ആയിരിക്കും വരുന്നത്. ഇൻ കേസ് GTX 1650 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3000 റുപ്പീസ് എക്സ്ട്രാ ആവുന്നതായിരിക്കും. സോ ഒരു 50,000 to 51,000 ആ പ്രൈസ് റേഞ്ച് ആയിരിക്കും ടോട്ടൽ വരുന്നത്. ടോട്ടൽ ബിൽഡിൻ്റെ വിത്ത് പെരിഫറൽസിൻ്റെ ആണ് കോസ്റ്റ് ഞാൻ പറയുന്നത്. ഇതിൽ ഇൻ കേസ് ഇൻറ്റൽ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇൻറ്റലിൻ്റെ ഇപ്പം ആകെ അവൈലബിൾ ഓപ്ഷൻ ഇൻറ്റലിൻ്റെ i3-12100F പ്രോസസ്സറാണ്. അറൗണ്ട് 9,000 റുപ്പീസ് പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതെടുക്കുകയാണെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് ഒരു 49,000 ആയിട്ട് കൂടുന്നതായിരിക്കും. 49,000 to 50,000 ആ പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത്. ഞാൻ പറയുന്നത് വിത്ത് RX 6400 ആണ് ഗെയിമിംഗ് പർപ്പസിന്. മദർബോർഡ് ASUSന്റെ H610M മോഡൽ നോക്കാം. അറൌണ്ട് 7,000 പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. സോ ടോട്ടൽ നോക്കുവാണെങ്കിലാണ് ഈ പ്രൈസിങ് വരുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ഡ്രൈവ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഹാർഡ് ഡ്രൈവ് വേണമെങ്കിൽ ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3,000 റുപ്പീസ് എക്സ്ട്രാ ആകുന്നതായിരിക്കും. സോ എനിവേസ് 512GB NVMe SSD ആണ് ഞാൻ പറഞ്ഞത്. 250യുടെ എടുത്താലും വലിയ വ്യത്യാസം വരുന്നില്ല. അതിലും നല്ലത് 512GB എടുക്കുന്നത് തന്നെയായിരിക്കും. സോ ഇത് രണ്ടുമാണ് കംപ്ലീറ്റ്ലി പുതിയ പാർട്സ് വെച്ച് ബിൽഡ് നോക്കുവാണെങ്കിൽ AMDയുടെയും ഇൻറ്റലിൻ്റെയും 2 സ്പെക്സ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് യൂസ്ഡ് നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്, യൂസ്ഡ് ഓക്കെ ആണെങ്കിൽ യൂസ്ഡ് GPU എടുക്കാവുന്നതാണ്. GPUs ഇപ്പോൾ ഇഷ്ടംപോലെ യൂസ്ഡ് അവൈലബിൾ ആണ്. 1650, 1660 സൂപ്പർ ഒക്കെ നല്ല പ്രൈസസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ 1650 യൂസ്ഡ് നോക്കുന്നുണ്ടെങ്കിലും നമുക്കിവിടെ ബഡ്ജറ്റ് ഒരു അറൗണ്ട് 44,000 റേഞ്ചിൽ നമുക്ക് നിർത്താൻ പറ്റും ഫുൾ PCയുടെ. ഈ സ്പെക്കാണ് ഞാൻ പറയുന്നത് ഇൻ കേസ് യൂസ്ഡ് 1650 ആണെങ്കിൽ. സോ ഇൻ കേസ് യൂസ്ഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 2 ബിൽഡ്സും നോക്കാം, ഇൻറ്റലിൻ്റെയും AMDയുടെയും. 1650 ആണ് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്. നിയർലി 8,000 പ്രൈസിംഗ് ആണ് ഇട്ടേക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 2,000 to 3,000 റുപ്പീസ് ഓവറോൾ ബഡ്ജറ്റിൽ കുറയ്ക്കാൻ പറ്റും. ഇത് ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസിൽ ഡിപ്പെൻഡ് ചെയ്യും. 8,000 റേഞ്ച് എന്ന് പറയുന്നത് മേ ബി ഒരു 1 year വാറണ്ടി ഉള്ള കാർഡ്സ് ആയിരിക്കും. 2 to 3 years വാറണ്ടി ഉള്ള കാർഡ്സ് യൂസ്ഡ് ആണെങ്കിൽ പ്രൈസ് കൂടും. 10,000 റേഞ്ച് ഒക്കെ ആയിരിക്കും. സോ അത് ഡിപ്പെൻഡ്സ്. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ ഏത് ഗ്രാഫിക്സ് കാർഡാണ് വാങ്ങുന്നത് എന്നുള്ളത്. ഇൻ കേസ് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ 1660 സൂപ്പർ നോക്കാവുന്നതാണ്. 1660 സൂപ്പറും യൂസ് നമുക്കിപ്പം നിയർലി ഒരു 10,000 11,000 റേഞ്ചിൽ നിന്ന് ഒരു 13-14 റേഞ്ച് വരെ ഉണ്ട്. അതും ഓരോ മോഡലിൻ്റെയും വാറണ്ടിയുടെയും ബേസിലാണ് ഈ പ്രൈസ് വരുന്നത്. സ്റ്റാർട്ടിങ് 10,000 to 14,000 റേഞ്ചിലുണ്ട്. 13,000 14,000 റേഞ്ചിലാണെങ്കിൽ ഒരു 3 years വാറണ്ടി ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഇൻ കേസ് ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇൻ കേസ് യൂസ്ഡ് ആണ് നോക്കുന്നതെങ്കിൽ ഈ സ്പെക്സ് നോക്കാം. ഇതിൽ കുറച്ചുകൂടി ബെറ്റർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 16GB റാം ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ 16GB റാം വെച്ച് 1660 സൂപ്പറിൻ്റെ യൂസ്ഡ് GPU ആണ് ബിൽഡ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈസിലി ഒരു 50,000 52,000 റേഞ്ചിൽ നല്ല ബിൽഡ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ ആണ്. നിങ്ങൾക്ക് ഈ സ്പെക്സ് എക്സാക്ട്ലി ഇത് തന്നെ വാങ്ങണമെന്നില്ല. ജസ്റ്റ് ഈ സ്പെക്സ് വെച്ച് നിങ്ങൾക്ക് വർക്ക് അറൗണ്ട് ചെയ്ത് നോക്കാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്. എല്ലാം നിങ്ങളുടെ എക്സാക്ട് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. റാം ഞാൻ പറഞ്ഞു 16GB നല്ലതായിരിക്കും. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഹെവി അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ട് AMD സിസ്റ്റമാണ് നോക്കുന്നതെങ്കിൽ
B550 മദർ ബോർഡ് നോക്കാം, ഒരു 2000 rupees എക്സ്ട്രാ ആകും. അല്ലെങ്കിൽ B450 സ്റ്റിൽ ഫൈൻ, ഓക്കെ, നോ പ്രോബ്ലം. സോ ഓവറോൾ ഇതാണ് 50,000 അല്ലെങ്കിൽ അണ്ടർ 50,000 ഡിപ്പെൻഡ്സ് നിങ്ങൾ ഏത് സിസ്റ്റമാണ് ചൂസ് ചെയ്യുന്നത്, ഏത് സ്പെക്കാണ് ചൂസ് ചെയ്യുന്നത്, അതിൽ ഡിപ്പെൻഡ് ചെയ്യും. സോ 50,000 റേഞ്ചിൽ വരുന്ന ഒരു കംപ്ലീറ്റ് PC ബിൽഡിൻ്റെ സ്പെക് ഗൈഡ്. സോ എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ട്, ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ബിൽഡ് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, കാരണം കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. എനിവേസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.